നമുക്ക് ഫാർമക്കോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ വേരിയസ് ഫോംസ് ഓഫ് ഇഞ്ചെക്ഷൻസ് നിർത്തി പഠിക്കാം. അതായത് ടൈപ്സ് ഓഫ് ഇഞ്ചെക്ഷൻസ്. നമ്മൾ ഏതൊക്കെ ടൈപ്പിലാണ് ഇഞ്ചെക്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇൻട്രാഡെർമൽ ഇഞ്ചെക്ഷൻ. Drug is administered between epidermis and dermis by raising a balloon or by scaring of the epidermis through a drop of drug. എപ്പിഡെർമിസിനും ഡെർമിസിൻ്റെ ഇടയിൽ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനെയാണ് ഇൻട്രാഡെർമൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ടുള്ള ഡ്രഗ്സാണ് ടോക്സോയിഡ്സ്, വാക്സിൻ, ലോക്കൽ അനസ്തെറ്റിക്സ്. നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സ്കിന്നിങ്ങനെ പൊക്കിയിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള ടെസ്റ്റൊക്കെ ചെയ്യുന്നതാണ് ഇൻട്രാഡെർമൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻസ്. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻസ് ഓർ ഹൈപ്പോഡെർമിക് ഇഞ്ചെക്ഷൻസ് എന്ന് നമ്മൾ പറയും. ഡ്രഗ് ഈസ് അഡ്മിനിസ്ട്രേഡ് അണ്ടർ ദ ഡെർമിസ് ഇൻറ്റു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഡെർമിസിൻ്റെ അടിയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വോളിയം ഓഫ് ഡ്രഗ് ലെസ് ദാൻ 1 ml ആയിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് ഇൻട്രാമസ്കുലാർ റൂട്ട്. ഇൻട്രാമസ്കുലാർ റൂട്ട് ഇഞ്ചെക്ഷനാണ് അത് കോമൺ ആയിട്ട് എടുക്കുന്ന ഇഞ്ചെക്ഷൻസാണ്. ഇൻട്രാമസ്കുലാർ ഇഞ്ചെക്ഷൻസ് എക്സാമ്പിൾ നമ്മൾ TT ഒക്കെ എടുക്കത്തില്ലേ, അതൊക്കെയാണ് ഇൻട്രാമസ്കുലാർ ഇഞ്ചെക്ഷൻ എക്സാമ്പിൾ. ഫോർത്ത് വണ്ണാണ് ഇൻട്രാവീനസ് ഇഞ്ചെക്ഷൻ. ഇഞ്ചെക്ഷൻ ഗിവൺ ഡയറക്റ്റ്ലി ഇൻ ടു ദ വെയിനിലേക്ക് ഡയറക്റ്റ്ലി ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഇൻട്രാവീനസ് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫിഫ്ത്ത് വണ്ണാണ് ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചെക്ഷൻ. ലിമിറ്റഡ് യൂസ് ഇൻ ഹ്യൂമൻസ്, യൂസ്ഡ് ഇൻ പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചെക്ഷന് ഹ്യൂമൻ യൂസ് കുറവാണ്, അത് പെരിഫറൽ വാസ്കുലാർ ഡിസീസിനാണ് ഉപയോഗിക്കുന്നത്. സിക്സ്ത് വൺ ഇൻട്രാതീക്കൽ ഇഞ്ചെക്ഷൻ. യൂസ്ഡ് ഫോർ ഡ്രഗ്സ് ദാറ്റ് cannot cross the blood-brain barrier. The drug injected into subarachnoid space. ഇൻട്രാതീക്കൽ ഇഞ്ചെക്ഷന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാത്ത ഡ്രഗ്സ് ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻട്രാതീക്കൽ ഇഞ്ചെക്ഷൻ. ഡ്രഗ് ഇഞ്ചെക്റ്റഡ് ഇൻറ്റു സബറാക്കോയിഡ് സ്പേസിലാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്നാണ് ബോൺ മാരോ ഇഞ്ചെക്ഷൻ. യൂസ്ഡ് വെൻ വെയിൻസ് ആർ നോട്ട് അവൈലബിൾ. വെയിൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ ബോൺ മാരോ ഇഞ്ചെക്ഷൻസ് ഉപയോഗിക്കുന്നത്. എയ്ത്ത് വനാണ് നീഡിൽ ഫ്രീ ഇഞ്ചെക്ഷൻ. ഇൻ ദിസ് മെത്തേഡ് ദ ഡ്രഗ് ഈസ് ഇഞ്ചെക്റ്റഡ് ഇൻറ്റു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ബൈ എ ഹൈ വെലോസിറ്റി ജെറ്റ് പ്രൊജക്റ്റഡ് ത്രൂ എ മൈക്രോഫൈൻ ഓറിഫൈസ്. ഈ കേസിൽ ഇഞ്ചെക്റ്റഡ് ഇൻറ്റു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ബൈ ഉപയോഗിച്ചിട്ട് ഗെറ്റ് പ്രൊജക്റ്റഡ് ത്രൂ എ മൈക്രോഫൈൻ ഓറിഫൈസ് ഉപയോഗിച്ചിട്ട്. ഇൻട്രാ കാർഡിയാക് ഇഞ്ചെക്ഷൻ. ഡ്രഗ് ലൈക്ക് നെക്സ്റ്റ് വണ്ണാണ് ഇൻട്രാ കാർഡിയാക് ഇഞ്ചെക്ഷൻ. ഡ്രഗ് ലൈക്ക് അഡ്രിനാലിൻ ആർ ഇഞ്ചെക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു ഹാർട്ട് ഡ്യൂറിങ് ആൻ എക്സ്ട്രീം എമർജൻസി സച്ച് ആസ് ഡ്രോയിങ്. ഇൻട്രാ കാർഡിയാക് ഇഞ്ചെക്ഷൻ എക്സാമ്പിളാണ് അഡ്രിനാലിൻ. അതെന്ന് വെച്ചാൽ ഇഞ്ചെക്ഷൻ ഡയറക്ട്ലി ഇൻ ടു ദ ഹാർട്ട്. ഈ അഡ്രിനാലിനൊക്കെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് എമർജൻസി കണ്ടീഷനിലാണ്. ഇൻട്രാ കാർഡിയാക് നമ്മൾ ഡയറക്ട്ലി ഹാർട്ടിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അടുത്ത 10th വണ്ണാണ് ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻ. ഡ്രഗ് ലൈക്ക് ഹൈഡ്രോകോർട്ടിസോൺ ആർ ഇഞ്ചെക്റ്റഡ് ഇൻ ടു ജോയിൻറ്റ്സ് യൂസ്ഡ് ഇൻ ലോക്കൽ കണ്ടീഷൻസ്. ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പം ഡ്രഗ് ഇഞ്ചെക്റ്റഡ് ഇൻ ടു ജോയിൻറ്റ്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ പെരിറ്റോണിയൽ ഇഞ്ചെക്ഷനാണ് 11th വൺ. ഡ്രഗ് ഈസ് ഇഞ്ചെക്റ്റഡ് ഇൻ ടു പെരിറ്റോണിയൽ ക്യാവിറ്റി യൂസ്ഡ് ഇൻ ആനിമൽസ്. ഇത് ആനിമൽസിലാണ് ഉപയോഗിക്കുന്നത്. പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്കാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അതാണ് ഇൻട്രാ പെരിറ്റോണിയൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ ക്യാമറൽ ഇഞ്ചെക്ഷൻ. ഡ്രഗ് ഇഞ്ചെക്റ്റഡ് ഇൻ ടു ഐബാളിലേക്ക് ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനാണ് ഇൻട്രാ ക്യാമറൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ സൈനോവിയൽ ഇഞ്ചെക്ഷൻ. ഡ്രഗ് ഈസ് ഇഞ്ചെക്റ്റഡ് ഇൻ ടു ജോയിൻറ്റ് ഫ്ലൂയിഡ് ഏരിയ. ജോയിൻറ്റ് ഫ്ലൂയിഡ് ഏരിയയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാ സൈനോവിയൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയസ് ടൈപ്പ് ഓഫ് ഇഞ്ചെക്ഷൻസ്.